വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 12-ാം അധ്യായം 1 മുതൽ 12 വരെ. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ. മൂടിവെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും. അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിലൊന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന എവനോടും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവാദിക്കേണ്ടു, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഏത് നേതാവിനും, അത് ആത്മീക നേതാവോ രാഷ്ട്രീയ നേതാവോ ആകട്ടെ, തൻ്റെ പരിപാടിക്ക് ആളുകൾ കൂടുതൽ വന്നാൽ അതൊരു വിജയമാണ്. അങ്ങനെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. യേശുവിൻ്റെ പഠിപ്പിക്കലുകളും അത്ഭുതങ്ങളും വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായി തിങ്ങിക്കൂടി എന്നാണ് വായിക്കുന്നത്. ഒരു സ്റ്റാമ്പേഡ്, ജനക്കൂട്ടത്തിൽ തിക്കും തിരക്കും ഉണ്ടായി മരിക്കുവാൻ തക്ക വിധം ആളുകൾ വന്നുകൂടി. ഒരു പാട്ടുകാരനോ പ്രസംഗകനോ നടനോ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നയാളോ, ഇവരൊക്കെ അവരുടെ കരിയർ തുടങ്ങുമ്പോൾ അവരെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. നാം പറയുമല്ലോ, കണ്ടാൽ ഒരു ഗ്ലാമറില്ല എന്ന്. എന്നാൽ ക്രമേണ അവർ പ്രസിദ്ധരായി കഴിയുമ്പോൾ അവർ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കും. സ്ത്രീകളാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകും. പുരുഷന്മാരാണെങ്കിലും അവരുടെ അപ്പിയറൻസ്, അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി പല കാര്യങ്ങൾ ചെയ്യും. കാരണം അവർ പോപ്പുലറായിരിക്കുന്നു, അവരുടെ ജനപ്രീതി വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അനേക ആളുകൾ അവരെ നോക്കും. ആളുകൾ അവരെ നോക്കുമ്പോൾ അവരെ കാണാൻ നന്നായിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയിരിക്കുന്നു. അതിൻ്റെ കാരണം അവരുടെ ജനപ്രീതിയാണ്. 12-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ജനപ്രീതി വളരെയധികം വർദ്ധിച്ചു. അത് മുഖാന്തരം അനേക ആളുകൾ തന്നെ കാണാൻ വന്നു. ഈ സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് കപടഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ കപടഭക്തിയെക്കുറിച്ചല്ല, പരീശന്മാരുടെ കപടഭക്തിയെക്കുറിച്ച് പറയുന്നു. എന്താണ് ഈ കപടഭക്തി? അത് മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു, അവർ എന്നെക്കൊണ്ട് എന്ത് വിചാരിക്കും, ഇതിനെക്കുറിച്ച് എപ്പോഴും വേവലാതിപ്പെടുന്നവരാണ് കപടഭക്തിക്കാർ.
അവരുടെ ജീവിതത്തിൽ രഹസ്യത്തിൽ അവർ ചെയ്യുന്നത് എന്ത് എന്നതിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ എങ്ങനെ പെരുമാറുന്നു എന്നതിന് അമിതമായ പ്രാധാന്യം നൽകുന്നു. യേശു ശിഷ്യന്മാരെ വോൺ ചെയ്യുകയാണ്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ എൻ്റെ ജനപ്രീതി വർദ്ധിച്ചതോടൊപ്പം നിങ്ങളുടെയും ജനപ്രീതി വർദ്ധിച്ചു. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുവാനുള്ള ഒരു വ്യഗ്രത നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം എന്നാണ് താൻ പറയുന്നത്. പക്ഷേ അതിന് പരീശന്മാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് യേശു ആരംഭിക്കുന്നത്. പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താണ് ഈ പുളിച്ച മാവ്? നാം എല്ലാം പുളിപ്പ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നവരാണ്. ബ്രെഡ് കഴിക്കുന്നവർ ഈസ്റ്റ് ചേർക്കാത്ത ബ്രെഡ് കഴിക്കാറില്ല. കാരണം ഒരല്പം ഈസ്റ്റ് ചേർത്താലേ ബ്രെഡ് പൊങ്ങുകയുള്ളൂ. അപ്പത്തിന് ഈസ്റ്റ് ചേർക്കും, അല്ലെങ്കിൽ കള്ള് ചേർക്കും. അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാകണമെങ്കിലും അതിനല്പം പുളി വേണം. അല്പം പുളിപ്പ് ഈ മാവിൽ ചേർത്താൽ മതി. അല്പസമയം കഴിയുമ്പോൾ ഈ മാവ് മുഴുവൻ പുളിച്ചു പൊങ്ങും. പുളിപ്പിൻ്റെ അംശം വളരെ കുറച്ചാണ്. 99% മാവും 1% പുളിപ്പും. പക്ഷേ ഈ 1% മാത്രമുള്ള പുളിപ്പ് കുറേ സമയം കഴിയുമ്പോൾ ഈ പിണ്ടത്തെ മുഴുവൻ സ്വാധീനിച്ച് അതിൻ്റെ മുഴുവൻ രുചിയും ഭാവവും മാറ്റും. യേശു എന്തിനെക്കുറിച്ചൊക്കെ പുളിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ താൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരമിതാണ്. നിങ്ങൾ ഒരല്പം, ഇവിടെ കപടഭക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ ആ അല്പം പുളിപ്പ്, കപടഭക്തി, അത് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും ബാധിക്കും. 99% നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ 1% നിങ്ങൾ കപടത്തിൽ ചെയ്താൽ ആ 1% മതി നിങ്ങളുടെ 100%ത്തെയും നശിപ്പിക്കാൻ. ഇത് വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പാണ്. പലരും കപടഭക്തിയെ അതൊരല്പമല്ലേ ഉള്ളൂ, ഒരു ചെറിയ കാര്യമല്ലേ എന്ന് വച്ച് തള്ളിക്കളയും. പക്ഷേ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ തകർക്കുവാൻ ഉള്ള ശക്തി ആ 1% കപടത്തിന് ഉണ്ട്. 2-ാം വാക്യത്തിൽ യേശു മൂടി വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചും ഗൂഢമായിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നു. നാം മൂടി വയ്ക്കുന്നത് മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ നാം മൂടി വയ്ക്കുന്നത്. അതുപോലെ ഗൂഢമായത്, അത് പുറത്തറിയാതെ സൂക്ഷിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അതാണ് ഗൂഢമായത്. യേശു ഇവിടെ പറയുന്നത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഒന്നും അറിയാതെയും ഇരിക്കുകയില്ലെന്നാണ്. നിങ്ങൾ എത്ര ഒളിപ്പിച്ചു വെച്ചാലും എത്ര ഗൂഢമാക്കി വെച്ചാലും അത് ആളുകൾ അറിയും. മറ്റാരും കാണാതെ ഇരുട്ടത്ത് ചെയ്ത കാര്യം, മറ്റാരും കേൾക്കാതെ ചെവിയിൽ മന്ത്രിച്ച കാര്യം, ഇതൊക്കെ വെളിച്ചത്ത് വരും. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ എന്ന് വെച്ചാൽ അന്ന് കാലത്ത് മൈക്കൊന്നുമില്ലല്ലോ, ഏറ്റവും ഉറക്കെ വിളിച്ച് പറയാൻ പറ്റും. ഇന്നത്തെ കാലത്ത് വളരെ രഹസ്യമായി ചെയ്ത കാര്യം ലോകം മുഴുവൻ മാധ്യമങ്ങളിലൂടെ അറിയും. അത് നാം കണ്ടിട്ടുണ്ട്. ആരും കാണില്ല എന്ന് വെച്ച് ചിലർ ചെയ്ത കാര്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. അത് ലോകം മുഴുവൻ കണ്ട പല സംഭവങ്ങൾ നമുക്കറിയാം. ഇത് യേശു അന്നേ പറഞ്ഞതാണ്. മറ്റുള്ളവർ കാണാതെ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ കാണരുത് എന്ന് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ വെളിച്ചത്ത് വരുന്ന ഒരു ദിവസമുണ്ട്. അത് എന്നാണെന്ന് കർത്താവ് കൃത്യം പറഞ്ഞില്ലെങ്കിലും അതുണ്ടാകും. കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ഉള്ള വ്യഗ്രത മനുഷ്യന് വളരെ നേരത്തെ തന്നെ ഉണ്ട്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യമില്ലാതെ ആയപ്പോൾ തന്നെ മറച്ചു വയ്ക്കാൻ, ഒളിച്ചിരിക്കുവാനൊക്കെയുള്ള വ്യഗ്രത മനുഷ്യനുണ്ടായിരുന്നു. പാപം ചെയ്തപ്പോൾ മനുഷ്യൻ നഗ്നനാണെന്ന് കണ്ടു. ഉടൻ തന്നെ
അതിനൊരു പരിഹാരം, കുറേ ഇല പറിച്ച് വസ്ത്രമുണ്ടാക്കി. അന്ന് രാത്രിയായപ്പോൾ തന്നെ ആ ഇല കരിഞ്ഞു. അവരുടെ നഗ്നതയ്ക്ക് അതൊരു പരിഹാരമായില്ല എന്ന് നാം കാണുന്നു. ഈ സ്വഭാവം പാപം മൂലം മനുഷ്യനുണ്ടായതാണ്. ഇതിന് പല ഉദാഹരണങ്ങളും ബൈബിളിലുണ്ട്. മറച്ചു വയ്ക്കുവാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുവാൻ ഇടയായ സംഭവങ്ങൾ. രാജാവായിരുന്ന ശൗലിൻ്റെ മകൾ മീഖളിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മീഖളിനെ ദാവീദ് വിവാഹം കഴിച്ചു. ഒരു ദുരുദ്ദേശത്തിലാണ് തൻ്റെ മകളെ ശൗല് ദാവീദിന് വിവാഹം കഴിച്ചു കൊടുത്തത്. അവൾ അവനൊരു കണിയാകുവാൻ വേണ്ടിയായിരുന്നു. ഏതായാലും ശൗലിന് ദാവീദിനെ കൊല്ലണം. മകളുടെ വീട്ടിലേക്ക് പട്ടാളക്കാരെ അയച്ചു. ദാവീദിനോട് രക്ഷപ്പെടാൻ അവൾ പറഞ്ഞു. ദാവീദിനെ കട്ടിലോടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പട്ടാളക്കാർ വന്നപ്പോൾ ഇവൾ അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബിംബം എടുത്ത് കട്ടിലിൽ കിടത്തി പുതപ്പിച്ചു. ഈ പട്ടാളക്കാർ ദാവീദിനെ ഉണർത്തണ്ട, കട്ടിലോടെ എടുത്തു കൊണ്ടുപോയി ശൗലിൻ്റെ മുമ്പാകെ കൊണ്ടുവച്ചു. അവിടെ വച്ചിട്ട് പുതപ്പ് മാറ്റിയപ്പോഴാണ് അവർ കണ്ടത് ഇത് ദാവീദല്ല, മറിച്ചൊരു ഗ്രഹബിംബമാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ആ രാജ്യത്തെ രാജാവ്, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണല്ലോ ശൗൽ. ശൗലിൻ്റെ രാജസന്നിധിയിൽ ഇസ്രായേലിലുള്ള പ്രഗത്ഭന്മാരായ പല ആളുകളുമുണ്ട്. അവരുടെ മുമ്പാകെ ശൗലിൻ്റെ മകളുടെ വീട്ടിൽ നിന്ന് വന്ന ഒരു കട്ടിലുള്ള പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അവിടെ ഒരു ഗൃഹബിംബമാണ് കിടക്കുന്നത്. അപ്പോൾ ആളുകൾ ചിന്തിക്കില്ലേ, ഈ ഇസ്രായേൽ രാജാവിൻ്റെ മകളുടെ വീട്ടിൽ എങ്ങനെ ഈ ബിംബം വന്നുവെന്ന്? അന്ന് ആ രാജസദസ്സിലുണ്ടായിരുന്ന പ്രഗത്ഭരായ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ്? രാജാവിൻ്റെ മകളാണ്, ദാവീദിൻ്റെ ഭാര്യയാണ്, പക്ഷേ അവളുടെ വീട്ടിൽ അവൾക്കൊരു ബിംബം ഉണ്ടായിരുന്നു. ഒളിച്ചു വെച്ചിരുന്നതാണ്, ആരും കാണാതെ വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് പരസ്യമായി എല്ലാവരുടെ മുമ്പാകെ അത് വെളിപ്പെട്ടു. അതുപോലെ മറ്റൊരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം. യോസെഫിൻ്റെ സഹോദരന്മാർ അസൂയ മൂത്ത് യോസെഫിനെ കൊല്ലാൻ തുനിഞ്ഞു. അവസാനം യഹൂദയുടെ ബുദ്ധി ഫലിച്ചു. കൊല്ലണ്ട, ഇവനെ വിറ്റാൽ മതി, കുറച്ച് പൈസ കിട്ടുമല്ലോ. അവനെ വിറ്റു. അവൻ്റെ ഉടുപ്പൂരി ആടിനെ കൊന്ന് ചോരയിൽ മുക്കി അപ്പനെ കാണിച്ചു. ഒരു അടിമയായി വിറ്റ യോസെഫിനെ ഇനി ഒരിക്കലും കാണേണ്ടി വരില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്നിനി ആരും അറിയില്ല എന്ന് സമാധാനിച്ച് ആ സഹോദരന്മാർ ജീവിച്ചു. അപ്പനെ വഞ്ചിച്ചു. എത്ര വർഷങ്ങൾ കടന്നുപോയി? 17-ാം വയസ്സിലാണ് യോസെഫിനെ വിറ്റത്. യോസെഫ് 30-ാം വയസ്സിലാണ് ഫറവോൻ്റെ മുമ്പിൽ നിന്നത്. അപ്പോൾ 13 വർഷം. അത് കഴിഞ്ഞ് 7 വർഷത്തെ സമൃദ്ധി, അങ്ങനെ 20 വർഷം. അതിനുശേഷം 7 വർഷത്തെ ക്ഷാമം. അതിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ യോസെഫിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ 22 വർഷങ്ങൾ കഴിഞ്ഞു. 22 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ പൊട്ടക്കിണറും സഹോദരനെ വിറ്റ പൈസയും അപ്പനോട് പറഞ്ഞ നുണയും ഒക്കെ വെളിച്ചത്ത് വന്നു. ദൈവവചനം പറയുന്നത്, നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുന്നത് പുറത്തു വരും. നിങ്ങൾ രഹസ്യമായി പറയുന്നത് എല്ലാവരും കേൾക്കും. ഉടനെ സംഭവിച്ചെന്ന് വരില്ല, പക്ഷേ അത് സംഭവിക്കും. യോസഫിൻ്റെ സഹോദരന്മാരുടെ കാര്യത്തിൽ 22 വർഷമെടുത്തു. ആദമിൻ്റെയും ഹവയുടെയും കാര്യത്തിൽ അന്ന് വൈകുന്നേരം തന്നെ ഇല കരിഞ്ഞുപോയി. സമയം വ്യത്യാസമുണ്ട്, പക്ഷേ അത് പുറത്തറിയും. ആളുകളത് കാണും, കേൾക്കും. അതുകൊണ്ട് മനുഷ്യരെ കാണിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പാകെ നല്ലവനായിരിക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക, അത് അപകടമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. 4-ാം വാക്യത്തിൽ
യേശു ശിഷ്യന്മാർ നോക്കി പറയുകയാണ്, സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നു. എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ് ഒരു കാര്യം. മറ്റാരും പറഞ്ഞു എന്ന് വരില്ല. എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. എന്താണ് താൻ പറയുന്നത്? ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടണ്ട. നമ്മെ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ നമുക്ക് പേടിയാണ്. നമ്മുടെ ദേഹത്തെ അവർ കൊല്ലും. സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി ആണ് പലപ്പോഴും നാം പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ യേശു ഇവിടെ പറയുന്നത് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലെന്നാണ്. നാം തടി രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തടിയെ ഉപദ്രവിക്കുന്നവരെയാണല്ലോ ഭയപ്പെടുന്നത്. മറ്റുള്ളവരുടെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ രക്ഷപ്പെടാൻ, നന്നായി ജീവിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അവരെ ഭയപ്പെട്ട് കാര്യങ്ങൾ ചെയ്യരുത്, അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്? കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആരാണ് നമ്മെ നരകത്തിൽ തള്ളിയിടുന്നത്? ചിലർ പറയുന്നത് പിശാചാണെന്നാണ്. അല്ല, ഒരു വ്യക്തിയെ നരകത്തിൽ തള്ളിയിടുന്നത് പിശാചല്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനാണ് അതിനുള്ള അധികാരം. താനാണ് പറഞ്ഞത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. നരകത്തിൽ ആളുകളെ ഇടുന്നത് പിശാചല്ല, ദൈവമാണ്. പലരും പറയും, ദൈവം സ്നേഹവാനല്ലേ, ദൈവം ആളുകളെ നരകത്തിലിടുമോ? യേശു സ്നേഹമല്ലേ, സ്നേഹിക്കാൻ വന്നതല്ലേ, ക്ഷമിക്കാൻ വന്നതല്ലേ? ശരിയാണ്. പക്ഷേ സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരിടത്തും യേശു നരകത്തെക്കുറിച്ച് തമാശ പറഞ്ഞിട്ടില്ല. താൻ നരകത്തെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ നരകശിക്ഷയ്ക്ക് യോഗ്യരായവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം ആളുകളെ നരകത്തിൽ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ താൻ പറയുകയാണ്, തൻ്റെ ദേഹിയെ കൊല്ലുകയും പിന്നെ അതിന് ശേഷം, അതായത് മരണത്തിന് ശേഷം നരകത്തിൽ ഇടുവാനുള്ള അധികാരമുള്ളവനാണ് ദൈവം. ആ ദൈവത്തെ ഭയപ്പെടണമെന്നാണ് യേശു പറഞ്ഞത്. പ്രിയ സുഹൃത്തേ, ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം ഈ കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. നരകം, അതൊന്നും സത്യമല്ല. യേശു നരകത്തെക്കുറിച്ച് പഠിപ്പിക്കാനല്ലല്ലോ വന്നത്. മനുഷ്യരെ സ്നേഹിക്കുവാനും നിത്യജീവൻ നൽകാനുമല്ലേ? ശരിയാണ്, മനുഷ്യരെ സ്നേഹിച്ച് അവർക്ക് നിത്യജീവൻ നൽകാനാണ് വന്നത്. എന്നാൽ ആ നിത്യജീവൻ വേണ്ടെന്ന് വയ്ക്കുന്നവർ നരകത്തിലേക്ക് പോകും എന്നറിയാവുന്നത് കൊണ്ടാണ് യേശു വന്നത്. നരകത്തെക്കുറിച്ച് എല്ലാവരെക്കാളും നന്നായി അറിയാവുന്നത് യേശുവിനാണ്. യേശുവിന് അതിൻ്റെ ഗൗരവം അറിയാമായിരുന്നത് കൊണ്ടാണ് താൻ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരെ നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ തൻ്റെ ജീവൻ ബലിയായി നൽകിയത്. അതുകൊണ്ട് നരകമൊന്നുമില്ല എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. നിങ്ങൾ അവരെ വിശ്വസിക്കുകയാണെങ്കിൽ യേശു പറഞ്ഞത് നുണയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ യേശു പറയുന്നു, നിങ്ങളെ നരകത്തിൽ ഇടാൻ അധികാരമുള്ള ദൈവത്തെ ഭയപ്പെടണം. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തെ ഭയപ്പെടുക എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ദേഹത്തെ ഉപദ്രവിക്കുവാൻ, നമ്മുടെ തടിയെ ഉപദ്രവിക്കുവാൻ കഴിവുള്ള മനുഷ്യരെ ഭയപ്പെടാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയല്ല, മറിച്ച് ദൈവമുമ്പാകെയാണ് നാം ജീവിക്കേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിക്കാൻ പലരും മടിക്കുന്നതിൻ്റെ ഒരു കാരണം, അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ കാര്യം എന്താകും എന്ന ആവലാതി, നാളെക്കുറിച്ചുള്ള ഭയം. എൻ്റെ ജീവിതത്തിന് എന്തു സംഭവിക്കും? എൻ്റെ തടി കേടാകുമോ? എന്നെ ആളുകൾ കളിയാക്കുമോ? ഇങ്ങനെയുള്ള ഭയം. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു അതിനുശേഷം പറയുന്നത്, 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. കുരുകിലെന്ന് പറയുന്നത് വളരെ ബലഹീനമായ ഒരു പക്ഷിയാണ്. ആളുകൾ അതിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. 1 കാശിന് 2 കുരുകിലിനെയാണ് വിൽക്കുന്നത്. എന്നാൽ
2 കാശിന് മേടിച്ചാൽ ഒരു കുരുകിലിനെ ഫ്രീ കൊടുക്കും. വിലയില്ലാത്തൊരു പക്ഷിയാണ്. അതിലൊരു കുരുകിലിനെ പോലും ദൈവം മറന്നു പോകുന്നില്ലെന്നാണ് യേശു ഇവിടെ പറയുന്നത്. എന്നിട്ട് താൻ പറയുന്നു, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ തലയിലെ മുടിയുടെ എണ്ണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞുകൂടാ. കാരണം അതെപ്പോഴും പൊഴിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ദൈവം നിങ്ങളുടെ തലയിലെ മുടിയുടെ എണ്ണം വരെ സൂക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വച്ചാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാൾ അധികം വിചാരപ്പെടുന്നവനാണ് ദൈവം. കുരികിലിൻ്റെ സൃഷ്ടാവാണ് ദൈവം. പക്ഷേ ആ കുരികിലിനേക്കാൾ എത്രയോ വിശേഷതയേറിയവരാണ് മനുഷ്യർ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങൾ ദൈവ മക്കളാണ്. ദൈവം നിങ്ങളുടെ പിതാവാണ്. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എത്രയധികം കരുതുകയും വിചാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. 8-ാം വാക്യത്തിൽ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ മനുഷ്യപുത്രൻ അവരെ ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞാൽ ദൈവദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രൻ അവരെ തള്ളിപ്പറയും. എന്ന് വച്ചാൽ ഈ ഭൂമിയിൽ മനുഷ്യപുത്രനെ ബഹുമാനിക്കുവാൻ മനസ്സുള്ളവരെ താൻ ബഹുമാനിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യപുത്രനെക്കുറിച്ച് ലജ്ജിക്കുന്നവർ ലജ്ജിതരാകും. 10-ാം വാക്യം, മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. എന്താണ് ക്ഷമിക്കാത്ത പാപം? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ആളുകളോട് സംസാരിച്ചു. ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരാളോട് സംസാരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ രൂപത്തിലല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപത്തിലല്ല സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ, മനുഷ്യൻ്റെ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ ഒരു കാര്യം ശരിയാണ് എന്ന് പരിശുദ്ധാത്മാവ് ഒരാളെ ബോധ്യം വരുത്തും. യേശു പറഞ്ഞ കാര്യം ചിലർക്ക് ബോധ്യമായില്ല, ചിലർക്ക് മനസ്സിലായില്ല. അതിനെക്കുറിച്ച് അവരെ വിധിക്കുമെന്നല്ല യേശു പറഞ്ഞത്. എന്നാൽ ദൈവവചനം കേട്ടു, അത് യേശു പറഞ്ഞിട്ടോ ശിഷ്യന്മാർ പറഞ്ഞിട്ടോ ദൈവവചനം വായിച്ചിട്ടോ എങ്ങനെയെങ്കിലും ദൈവവചനം കേട്ടു. ആ കേട്ട ദൈവവചനം സത്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തിക്ക് ബോധ്യം വരുത്തി കഴിഞ്ഞ് പിന്നെ അത് വേണ്ടെന്ന് പറയുന്നയാൾ അവൻ്റെ പാപം ക്ഷമിക്കില്ല. ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മ വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യർക്ക് ബോധ്യം വരുത്തുമെന്നാണ്. പറയുകയല്ല, ബോധ്യം വരുത്തുകയാണ്. അപ്പോൾ ബോധ്യം വന്ന ഒരു കാര്യം അനുസരിക്കാതിരുന്നാൽ പിന്നെ അവൻ്റെ രക്ഷയില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരുടെ പാപം ക്ഷമിക്കുകയില്ല എന്ന് യേശു പറഞ്ഞത്. നമ്മുടെ തടി കേടാകുമെന്ന് വിചാരപ്പെടുന്നവരുണ്ട്, നമ്മുടെ ഭാവി എന്താകും എന്ന് വിചാരപ്പെടുന്നവരുണ്ട്, നമ്മുടെ സൗന്ദര്യത്തിന് എന്താകും എന്ന് വിചാരപ്പെടുന്നവരുണ്ട്. പിന്നെ ചില ആളുകൾ വിചാരപ്പെടുന്നത് എന്തെങ്കിലും ഒരു അത്യാഹിതമോ അപകടമോ വന്നാൽ അപ്പോൾ എന്തു ചെയ്യും? ഇൻഷുറൻസ് എടുക്കും ചിലർ. ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ നിങ്ങളെ പിടിക്കും, അടിക്കും, ചിലപ്പോൾ കോടതിയിൽ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്തു പറയും എന്നിപ്പം വിചാരപ്പെടേണ്ടെന്ന്. കാരണം അന്ന് എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയ കാര്യം അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുമെന്ന്. പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു ബുദ്ധിമുട്ടുള്ള അവസരം വരുമ്പോൾ കോടതിയിൽ പോയി അവർ ചെയ്തതിന് ന്യായം പറയേണ്ടി വരുമ്പോൾ അവരുടെ വായിൽ തക്ക സമയത്ത്
പരിശുദ്ധാത്മാവ് വാക്കുകൾ നൽകും. മറ്റുള്ള ആളുകളുടെ മുമ്പാകെ നമ്മൾക്ക് എന്ത് സംഭവിക്കും, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചു ജീവിക്കരുതെന്നാണ് കർത്താവ് ഈ വാക്യങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. പിന്നെ നാം ചെയ്യേണ്ടത് എന്താണ്? സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കും, സ്വർഗത്തിലെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ച് ജീവിക്കാം, അത് വിചാരിച്ച് വേണം നാം ജീവിക്കാൻ. ഞാൻ പറയട്ടെ, കപടം കാണിക്കാനുള്ള പരീക്ഷ വളരെയധികമാണ്. 99% ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്തിട്ടും 1% അഭിനയിക്കാനുള്ള വ്യഗ്രത നമുക്കുണ്ടാവും. കർത്താവ് പറഞ്ഞു, അല്പം പുളിച്ച മാവ് അത് മതി, അത് അപകടമാണ്. നമുക്ക് ആ അല്പം കപടഭക്തി ഒഴിവാക്കാം. ഞങ്ങളുടെ ഫോൺ നമ്പർ 09880221957 09880221957. വചനദീപം